തലമുറകൾ തോറും പാടും ജപമണിമാലകളിൽ ഉയർന്നതിറങ്ങുവനമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയർന്നതിറങ്ങുവനമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം. പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം. പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. ഏശയ്യാ 22:22 അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. അപ്പം ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വാതിൽ വെക്കണത്. വാതിൽ നമ്മൾ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ നമ്മൾ പറയും. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ്. അത് ദൈവമാണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. നിൻ്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത്. സിസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം. സിസ്റ്റർ പറയണതെന്ന് വെച്ചാൽ, സിസ്റ്ററിന് മോഡൽ പരീക്ഷയ്ക്ക് ഇതുവരെ മാർക്ക് കിട്ടിയല്ലോ, അൽഫോൻസ മറിയത്തിന്. അപ്പം 4 കൊല്ലം നോക്കി ഈ രക്തസാക്ഷി പോവുകയാണ്. അതിജീവിച്ച് രക്തസാക്ഷി ലാസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ സിസ്റ്ററിന് അഡ്മിഷൻ ഇല്ല, അറ്റൻഡൻസ് ഇല്ല. അതാണ് ഇത്രയും ആൾ ആശുപത്രിയിലല്ലേ, 13 ടൈമും ആശുപത്രിയിലല്ലേ, മെറിറ്റില്ല. അവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള മെറിറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ചിന്തിക്കും, 10,000 രൂപ അടച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലല്ലോ. അപ്പോൾ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ കാശ് പോകത്തില്ലേ. അപ്പം അടക്കണോ, പൈസ അടക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളിൽ നിന്ന് സിസ്റ്റർ പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്, പിന്നെ നിനക്ക് അടച്ചാൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ആന്തരികമായ ഒരു ബോധ്യത്തിൽ സിസ്റ്റർ കൊണ്ട് 10,000 രൂപ അടച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത പരീക്ഷ എന്താണ്, ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ ഒരു 10-30% അറ്റൻഡൻസ് ടീച്ചറിനുള്ളത്, സിസ്റ്ററിനുള്ളത്. പക്ഷേ ഈ പരീക്ഷ സിസ്റ്ററിന് ഈ അറ്റൻഡൻസ് നോക്കി 50% അറ്റൻഡൻസ്, 80% അറ്റൻഡൻസ് വേണം. ഇവർക്ക് 50% അറ്റൻഡൻസ് ഇല്ല. ഇത് എങ്ങനെ ഉണ്ടാക്കും? ഇല്ല, അവിടെ പോയിട്ടില്ലല്ലോ. നമ്മൾ എക്സ്പോഷർ പോയിട്ടില്ല, പ്രാക്ടിക്കലിന് പോയിട്ടില്ല, തിയറിക്ക് പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ആ സമയത്തെല്ലാം വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾ, അല്ലെങ്കിൽ ICUവിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ആശുപത്രി കിടക്കുകയാണ്, കെട്ടപ്പാണ് മൊത്തം. പിന്നെ എങ്ങനെയാണ് നമുക്ക് മെറിറ്റ് ഉണ്ടാകണത്? പക്ഷേ ഒരു സുപ്രഭാതത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരും സിസ്റ്ററിന് 80% അറ്റൻഡൻസ് ഒന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ സിസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്, കർത്താവ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറി ഇരുന്ന് എൻ്റെ അറ്റൻഡൻസ് 30% ഉള്ളത് 80% ആക്കിയെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അതായത് ഇതാണ് ഒരു ഉടമ്പടിയുടെ ഒരു പോക്കെന്ന് പറയണത്. ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ് പ്രധാനപ്പെട്ടത്. നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയലേ. നിനക്ക് വേണ്ടി ജനതകൾ നൽകും, രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും, എന്തും നിനക്ക് വേണ്ടി ചെയ്ത്, നിനക്ക് വേണ്ടി ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 2:8 എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും. അതായത് ജനതകളെക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ജനസമൂഹത്തെ കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന 10 പേരാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി.
ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി സിസ്റ്റർ ഉടമ്പടി ചെയ്തിട്ട് സിസ്റ്റർ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ നിങ്ങൾ നോക്കണം. ഇപ്പോൾ മോഡൽ എക്സാമിനൊക്കെ പോയി പാസ്സായെന്ന് പറഞ്ഞില്ലേ ആള്, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, നോട്ട് ബൈ മെറിറ്റിൽ അത് വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക് അവരുടെ ബാച്ചിൽ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. എന്താ കിട്ടിയത്? അവർ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമെന്ന്. അതാണ് സംഭവം. ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഇവർ. അവരെന്താ ചെയ്യണത്? അവർ ഓരോ ഉടമ്പടി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടങ്ങണത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഉടമ്പടി ഉപ്പ് എന്തിനാണ് വിതറണത്? ഞാനിവിടെ ആൾക്കാരോട് പറയും, സ്ഥലം കച്ചവടം വിൽക്കണില്ല, ജപ്തിയാണ്, വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഞാൻ പറയും, നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം, വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം. അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതറാൻ അറിയാം. ചില മന്ദബുദ്ധികൾ അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല. അച്ഛനെ കാണുന്ന സീറ്റ് ഭാര്യയെടുക്കുന്ന എടുത്തിരിക്കണുണ്ടാവും. ഭാര്യനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും, ഭാര്യനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും. കാര്യങ്ങളെല്ലാം ഉറുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ഭാര്യനെ കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കണ്ടാമൃഗം വരും, ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും. അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധം അവനില്ല. ഞാൻ അവനോട് പറയും, നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം, വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്കുക, വിശ്വാസ പ്രമാണം ചെല്ലണം. എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എനിക്കറിയാം ഇവന് ഉടമ്പടിയോട് ഒരു ബന്ധവുമില്ല. ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളൂ ഇവന്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പരീക്ഷക്കാർ വരുമ്പോഴേ ഇപ്പം പ്ലസ് ടു ഒക്കെ വരുന്നോണ്ടല്ല പിശാചുക്കൾ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല, അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് വേണ്ടി എടുക്കുക അമ്മമാർ, അവരെ കൊണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം, എന്താണ് ചെയ്യിക്കണം അവരെ കൊണ്ട്. അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് മക്കളെ മുന്തി തള്ളി നീലച്ചിട്ട് ആയിട്ട് കയറ്റി അത് ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് വന്നിവിടെ നിൽക്കണ കാണാം. നമ്മൾ ഈ പോസ്റ്റിൽ ബോർഡടിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കണ പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കണ കൊണ്ടത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കൾ വന്ന് ആൾക്കാരെ നിൽക്കണത്. നിങ്ങളുടെ ഉടമ്പടി പ്രകാരമാണ് ഞാൻ അവരെ ആസ്വദിക്കണത്. പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം? അവരോട് പറയണം, ഉടമ്പടി എടുത്തിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം, ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം. അല്ല തലയും കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്രാൻ ചിലപ്പോൾ നിന്നെ തലയും തൊട്ടിക്കൊണ്ട് പോയെന്ന് വരും. അപ്പം ദൈവത്തിനെ ചൂഷണം ചെയ്യാൻ ഒരിക്കരുത്, നടക്കത്തില്ല കാര്യങ്ങൾ. അത് വിളക്കാൻ തേക്കണ പാണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആൾക്കാരെ വരുമ്പോൾ വൃത്തിമയമായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്തവരായിരിക്കണം. ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനം എടുക്കാത്തത്, പിള്ളേർക്ക് വെളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പടി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് 18 വയസ്സ് വരെ ഉടമ്പടി എടുപ്പിക്കാത്തത്. പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവരുടെ അമ്മമാരുടെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അമ്മമാരെന്ത് ചെയ്യണം? അവരെ കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം. സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അവർ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും വരെ എടുക്കുന്നത്. നമ്മളെന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ? എന്തിനാണ് ഉടമ്പടി ഉപ്പിടുന്നത്? ചില ചേട്ടന്മാർ ഞാൻ പറയും, നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി വിൽക്കാത്ത തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലാൻ പറയും. അവർ കൊണ്ട് ഉപ്പിടും. എങ്ങനെ? ഈ ഉറുമ്പ് പൊടി ഇടാൻ DDT ഇടത്തില്ലേ? ഉറുമ്പ് പോകാൻ വേണ്ടി DDT ഇടുന്ന പോലെയാണ് ചില ചേട്ടന്മാർ ഈ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ട് ഉപ്പിടുന്നത്. അങ്ങനെയുള്ള പരിപാടിയല്ല ഇത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞ കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാതെ വരും. നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാതെ വരും. നമ്മുടെ കഴിവ്, ബുദ്ധി, ആരോഗ്യം. ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല, ആ സ്ഥലം ആരെടുക്കാനാണ്? ഭൂമിയിൽ നമുക്ക് ഓഹരിയില്ല, നമുക്ക് മെറിറ്റില്ല. ബൈബിൾ പറയണത് മെറിറ്റിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത്. അതുകൊണ്ട് അഹറോനോട് പറയും, അഹറോൻ ഞാനും നീയുമായിട്ടൊരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കണത്.
സാൾട്ട് ഓഫ് ദി കവനൻ്റ് ഓഫ് ദി സാൾട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇസ്രയേലിൽ നിനക്ക് ഓഹരിയില്ല, ഞാനാണ് നിൻ്റെ ഓഹരി. അതാണ് നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് നമ്മുടെ മെറിറ്റ് എന്ന് നമ്മൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒപ്പിടുന്നത്. അതെടുത്തെ സംഖ്യ 18-19 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും. ബൈബിളിൻ്റെ ഒരു പ്രശ്നം കണ്ടില്ലേ? ഈ ബൈബിളൊക്കെ പഠിച്ച് വലിയ പുങ്കന്മാരുടെ വന്നിരിക്കണവന്മാർ മനുഷ്യൻ മനസ്സിലാകാത്ത ഭാഷ ഉപയോഗിക്കുന്നുണ്ടല്ലേ? എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ആ സംഭവം. അതായത് all the holy offerings that the Israelites present to the Lord, I have given you together with your sons and you, your daughters, as a perpetual due. It is a covenant of salt. ലവണ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല, ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന്. ഉപ്പ് എൻ്റെ ദൈവവേദന, നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക, കർത്താവേ എനിക്ക് മെരിട്ടില്ല. അതല്ല പറയണത്. എന്ത് രസമാണ് ആ വചനങ്ങൾ. 19-20 വായിച്ചേ. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. ഇസ്രായേലിൽ നിനക്ക് മെരിട്ടില്ലെന്ന്, ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല, നിന്റെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കില്ല. അവരെ അവകാശം എന്ന് പറഞ്ഞ ഉടമ്പടി ഭാഷ മെരിറ്റാണ്. ഇസ്രായേലിൽ നിനക്ക് ഈ ജീവിതം നിനക്ക് യോഗ്യതയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കില്ല, നിനക്ക് ഓഹരിയുമില്ല. ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ മെരിട്ടെന്ന്, ഞാനാണ് നിന്റെ അവകാശം. അപ്പോഴേ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ദൈവമേ, ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല, നീയാണ് എൻ്റെ വിജയം, കർത്താവാണ് എൻ്റെ വിജയം. കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറവ് വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലവണ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കാര്യം: ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അറിയാൻ വേണ്ടി ജ്ഞാപകമായിട്ട് നൽകുന്ന ഉടമ്പടി കാശുരൂപം. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിൻ്റെ അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശ് കൈ മാറരുത്. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസ പ്രമാണവും നിൻ്റെ ജീവിതവുമാണ്. വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെരിട്ടെന്ന് പറയണത്. ഉടമ്പടിയുടെ മെരിട്ടെന്ന് പറയണത് വിശ്വാസ പ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും. അപ്പോൾ നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമായി. ഞാൻ എന്തുകൊണ്ടാണ് അമ്മയെ തിരിച്ചൊന്നും പറയുന്നത്? എന്തുകൊണ്ടാണ് ആദ്യകാരോട് അമ്മയോട് പറയണത്? തിരിച്ചു പറഞ്ഞാൽ ഈ ചാരാൻ പറ്റുകാരന് 100,000 കുറ്റങ്ങൾ പറയാനുണ്ടാകും. ഇപ്പം അതല്ല ആവശ്യം. ഇപ്പം അവൻ നിലനിൽക്കുക, അവൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിച്ച് പോവുക എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മ വിഷയത്തിൽ ഇടപെടണം. അമ്മ കൃത്യമായിട്ട് ഇടപെടും. നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാമെന്ന് ധരിക്കുകയും വേണ്ട. സിസ്റ്റർ
മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും. കാര്യം അവർ ആ 3 കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയുള്ള സഞ്ചാരമാണ്. വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു, ദൈവം മാത്രം. ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിൻ്റെ കൂടെ വരാൻ. അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത്. എഴുന്നേൽക്കുക, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഈശോയെ കേട്ട വചനങ്ങൾക്ക്, തന്ന വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഈശോയെ ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആരാധന, യേശുവേ ചെയ്തൊരു നന്മ ഇന്നു നന്ദി ചൊല്ലുന്നു.